പിന്നെ എൻ്റെ കുട്ടികൾ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പറ്റിയില്ല. അതിനും എനിക്ക് ആക്ഷേപം. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം നമ്മളുടെ വിലയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 2 കോടി മേടിച്ചു എന്നുള്ളൊരു ആക്ഷേപം വന്നു. അപ്പോൾ അതും ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു, അമ്മ സംസാരിക്കുക, അമ്മേനെ ആരും റേപ്പ് ചെയ്തിട്ടില്ല. അതേ വാക്ക് തന്നെയാണ് എൻ്റെ ആൺകുട്ടികളോട് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അമ്മേനെ ആരും റേപ്പ് ചെയ്തിട്ടില്ല, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മയുടെ നേരെ ഒന്ന് കൈ പൊക്കിയ ശ്രമത്തിന് അമ്മ അപ്പം തന്നെ പ്രതികരിച്ചു. പക്ഷെ അതൊരു ഒഫൻസാണ്. ആ ഒരു കാര്യം അമ്മ ഒരു മീഡിയയോട് പറഞ്ഞു. ആ പേര് അവർ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ അമ്മയുടെ അഭിമാനമാണ് പോകുന്നത്. കാരണം ഇത് ഫെയിം കിട്ടാനോ പബ്ലിസിറ്റി, എന്തെല്ലാം കമൻറ്റ് കണ്ടു. അയ്യോ, ഈ ആൻറ്റിയാണോ അത്രയും വലിയ താരത്തെ. അവർ തന്നെ കണ്ടെത്തി കുറേ കാര്യങ്ങൾ. എന്നിട്ട് എന്നെ എത്ര ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും, എൻ്റെ നിറം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ശരീരം, ഇതൊക്കെയായിരുന്നു ആളുകൾ ആഘോഷിച്ചത്. നമ്മൾക്ക് ഞാൻ ദളിത് അങ്ങനെ എന്താ ജാതി വരെ പറഞ്ഞിട്ട് ഇതാക്കി. ഞാൻ ദളിതോ പിന്നെ വേറെ ഏതെങ്കിലും കുലമൊന്നും എന്നെ സംബന്ധിച്ച്, ഞാൻ ഒരു മനുഷ്യ സ്ത്രീയാണെന്നുള്ളൊരു കൺസെപ്റ്റേ എനിക്കുള്ളൂ. ഞാനിതൊന്നും നോക്കാറുമില്ല. അപ്പോൾ അതുവരെ അവിടെ ചർച്ചകൾ വന്നു, ഭയങ്കര അടി നടക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്തുകയാണ് പരാതിക്കാരി. ആദ്യമായിട്ടാണ് പരാതിക്കാരി ആ പേര് വെളിപ്പെടുത്തുന്നത്. നടൻ എന്ന് മാത്രമാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പേര് തന്നെ നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ്.